എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഒഴിച്ചുകറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഒഴിച്ചുകറി നമ്മൾ പച്ചക്കായും അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനും വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ണാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു കറി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ പച്ച ഏത്തക്ക വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ഇതിൽ നിന്ന് ഒരു ഏത്തക്ക വെച്ചിട്ടാണ് ഈ ഒരു ഒഴിച്ചുകറി തയ്യാറാക്കുന്നത്. ഏത്തക്കയുടെ രണ്ട് വശം കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സൈഡിലുള്ള ഈ നാര് മാത്രം ഒന്ന് കളഞ്ഞെടുത്താൽ മതി. കാരണം വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഏത്തക്കയുടെ തൊലിയിൽ. അതുകൊണ്ട് തന്നെ അത് കളയേണ്ട നാരുകൾ മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഏത്തക്ക നമുക്ക് 4ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിൽ ആണ് ഇടേണ്ടത്. അല്ലെങ്കിൽ ഏത്തക്ക പെട്ടെന്ന് തന്നെ കറുത്ത് പോകുന്നതായിരിക്കും. അതിനത് ഏത്തക്കയെല്ലാം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. മോരുകറിക്ക് അരിയുന്നതിനേക്കാളും ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഉണക്കച്ചെമ്മീനാണ്. അതുപോലത്തെ ചെറിയ ചെമ്മീനാണ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ചെമ്മീൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെമ്മീൻ ഇല്ലെങ്കിലും നേന്ത്രക്കായ വെച്ച് മാത്രം നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാവുന്നതാണ്. ഇത് ഞാനിവിടെ 1/3 കപ്പ് ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഫ്രോസൺ തേങ്ങയാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങാപ്പീരയാണ്. തേങ്ങ ചൂടാക്കുന്നതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3 കൊച്ചുള്ളിയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. തേങ്ങ വല്ലാണ്ട് ചുമന്ന് ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വറുത്തരച്ച കറിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ജസ്റ്റ് അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനത് നമ്മൾ ചേർത്തിരിക്കുന്ന തേങ്ങയൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ഈ പൊടികളും ചേർത്ത് ഒന്നും കൂടി ഒന്ന് തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ആ പൊടികളൊന്ന് മൂത്ത് വരുന്നവരെ മാത്രം ചൂടാക്കിയാൽ മതി. കാരണം തേങ്ങ ഓൾറെഡി ചൂടായി കിട്ടിയതാണ്. അതിനകത്ത് പൊടികളൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏത്തക്കക്കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ചട്ടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. എപ്പോഴും ഇതുപോലത്തെ നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് തയ്യാറാക്കേണ്ടത്. ഇനി ഇതിലേക്ക് 5 കൊച്ചുള്ളി ചതച്ചാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പകുതി സവാള കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാളയ്ക്ക് പകരമായിട്ട് മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പാണ് ചേർക്കേണ്ടത്. കൊച്ചുള്ളി മാത്രമായിട്ട് ചേർക്കുകയാണെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതാണ്. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വഴറ്റി യോജിപ്പിക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉള്ളിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണിലും പകുതി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള പച്ചക്കായ ചേർക്കാം. കായയും ചേർത്ത ശേഷം ഉള്ളിയായിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ വഴറ്റിയെടുത്ത ശേഷം വേണം പിന്നെ ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായി 1/2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അങ്ങനെ വെള്ളവും ചേർത്ത ശേഷം ഇനി നമുക്കത് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാരണം മൺചട്ടിയിലായതുകൊണ്ട് തന്നെ അടി പിടിക്കേണ്ട ഒരു ചാൻസ് ഉണ്ട്. കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ തേങ്ങയൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അതിന് നമുക്ക് കായയുടെ വെള്ളമൊക്കെ വറ്റിയോ എന്നുള്ളത് നോക്കാം. ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് ചേർക്കേണ്ടത്. 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണിത് അരച്ചെടുത്തിരിക്കുന്നത്. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. അങ്ങനെ ഇതാ മിക്സി കഴുകിയ വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്.
ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. തക്കാളിക്ക് പകരമായിട്ട് വേണമെങ്കിൽ പുളി ചേർക്കാവുന്നതാണ്. ഇനി അരപ്പ് നന്നായി ഒന്ന് തിളയ്ക്കുന്നവരെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ചാണ് ചേർക്കേണ്ടത്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി കറി നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അടപ്പ് തുറക്കുന്ന സമയത്ത് നല്ലൊരു ചെമ്മീൻ കറിയുടെ മണം കൂടിയാണ് വരുന്നത്. അതെന്താ നമ്മുടെ കറിയൊക്കെ നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി. ഈ ഒരു ഒഴിച്ചുകറി എന്ന് പറയുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം. കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തട്ട്കപ്പൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അങ്ങനത്തെ എണ്ണയൊക്കെ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തീരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞാണ് ചേർക്കുന്നത്. ഒരു 3 കൊച്ചുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്കൊരു വറ്റൽമുളക് ചേർക്കാം. അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളി നന്നായി ചുമന്ന് വരുന്നവരെ മൂപ്പിച്ചെടുക്കാം. അതിനകത്ത് കടുക് തളിച്ച് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഒഴിച്ചുകറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ ഉണക്കച്ചെമ്മീൻ കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.